എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയാലോ. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത്. ന്യൂ ഇയർ ഒക്കെ വരികയാണല്ലോ. ഒരു മധുരത്തെ തുടങ്ങിയാകാം നമുക്ക് പുതിയ വർഷം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. അധികം മെനക്കേടൊന്നുമില്ല. വേഗത്തിൽ നമുക്കിതൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുനാഫെ വെർമിസലാണ് എടുത്തേക്കുന്നത്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരിയതായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. 2 കപ്പ് അളവിൽ കുനാഫെ വെർമിസലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ള കുനാഫയാണ് എടുത്തേക്കുന്നത്. നമുക്ക് റോസ്റ്റഡ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി മിൽക്ക് പൗഡറും ആ പഞ്ചസാരയും ഈ കുനാഫയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരിയതായിട്ടുള്ള വെർമിസലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ പുഡിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ കുനാഫയ്ക്ക് പകരം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇച്ചിരി ലേശം സമയം എടുക്കും നമുക്കിതൊന്ന് മൂത്ത് കിട്ടണമെങ്കിൽ. ചെറുതായിട്ട് നിറമൊക്കെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബദാമും അതുപോലെ തന്നെ കാഷ്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി ഇതുപോലെ ഒരു ഗോൾഡൻ നിറമായി കിട്ടണം നമുക്ക്. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കി എടുക്കാനുള്ള ട്രെയിലോട്ട് കുറച്ച് കുനാഫയുടെ ആ വെർമിസൽ താഴത്തെ ഒരു ഭാഗത്ത് ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളോട് ചേർത്ത് കൊടുത്തിട്ടാണ് ലെയറായിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത്. ആ പാത്രത്തിൻ്റെ താഴെയിലോട്ട് ഒരു ലെയർ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കുനാഫയുടെ വെർമിസൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഒന്ന് അമങ്ങിയിരിക്കത്തക്ക രീതിയിൽ. അതേ പാലിലോട്ട് ഞാനൊരു 3 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാലൊന്ന് നമുക്ക് ചൂടായി കിട്ടണം. പാലിൽ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് കണ്ടൻസ് മിൽക്കാണ് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിലോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പുഡിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. ഈ നല്ല രീതിയിൽ ഇളക്കി ആ കണ്ടൻസ് മിൽക്കൊക്കെ ആ പാലിലൊന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇതിന് നമുക്കിതൊന്ന് കുറുകി കിട്ടേണ്ട ആവശ്യമുണ്ട് ഈ പാല്. അതിന് വേണ്ടിയിട്ട് കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ നോർമലായിട്ടുള്ള വെള്ളത്തിലാണ് അത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇളക്കി നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കസ്റ്റർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ലതുപോലെ കുറുകി നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടണം. ഒത്തിരി അങ്ങ് തിക്കല്ല, ഒരു ചെറിയ ഒരു തിക്ക് പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വരെ നമ്മൾ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വിശേഷപ്പെട്ട ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് സെർവ് ചെയ്യാനായിട്ട് പറ്റിയത് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ് കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പാലും കസ്റ്റർഡ് പൗഡറൂടെ ചേർന്നിട്ടുള്ള കൂട്ട് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. നമുക്കിനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ മുകളിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ ലെയർ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ആ കസ്റ്റർഡ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു. ഇനി അടുത്ത ലെയറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുനാഫയുടെ ആ ഒരു കൂട്ടാണ് വീണ്ടും അടുത്ത ലെയറിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല തിക്കായിട്ട് തന്നെ അടുത്ത ലെയറിലും ആ കുനാഫയുടെ വെർമിസൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടും വീണ്ടും നമുക്ക് ആ കസ്റ്റർഡ് പൗഡറിൻ്റെ ആ ഒരു കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ലെയറായിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത്. 3 ലെയറായിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത ശേഷം സൈഡിലോട്ട് ആ വെർമിസൽ ഉണ്ടല്ലോ, കുനാഫെ വെർമിസൽ സൈഡിലോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി സൈഡിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നടു പോർഷനിൽ ഇട്ട് കൊടുക്കുന്നില്ല.
ഒരു സ്പൂണിലോട്ട് കുറച്ച് പോർഷൻ എടുത്തിട്ട് സൈഡ് മുഴുവനും ഈ ഒരു രീതിയിൽ കുനാഫ വെർമിസെലി കൊണ്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യും. നടുക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതിൻ്റെ നടുവിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായില്ലേ നമ്മുടെ പുഡിങ്. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് വേണം സെർവ് ചെയ്യാനും. ഈ പുഡിങ് തയ്യാറാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യാതെ ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് എടുക്കാൻ. അങ്ങനെയാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിലാകാനായിട്ട് വെയിറ്റ് ചെയ്യണം. പുഡിങ് തയ്യാറാക്കി ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസമാണ് ഞാൻ സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. തണുത്ത് നല്ല സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ന്യൂ ഇയറിന് ചെറിയ മധുരമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതുവർഷത്തെ വരവേറ്റാലോ. എല്ലാ കൂട്ടുകാർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ഒരു വർഷമാകട്ടെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വർഷമെന്ന് നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.